ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ കൺവെൻഷനിൽ കഴിഞ്ഞ 3 ദിവസം വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ദിവസം അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്തിൽ ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി 3 ദിവസം. ഒന്നാമത്തെ രാത്രി ജോയ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അൺസർട്ടനിറ്റി, അതായത് അനിശ്ചിതത്വം നിറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ ഒരു വിശ്വാസിക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, അതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ദിവസത്തെ വിഷയം. സങ്കീർത്തനം 16 നിന്ന് ഒരുമിച്ച് നാം ധ്യാനിച്ചു. നിത്യസന്തോഷത്തിൻ്റെ താക്കോലാണ് ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ എൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്താതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. രണ്ടാമത്തെ രാത്രിയിൽ വിക്ടറി ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി, അതായത് അനിശ്ചിതത്വം നിറഞ്ഞ സമയത്ത് വിജയകരമായി എങ്ങനെ ജീവിക്കാമെന്നുള്ളത് ഗിദെയോൻ്റെ ജീവിതത്തിൽ നിന്ന് നാം ഒരുമിച്ച് ധ്യാനിച്ചു. ഗോഡ് വാണ്ട്സ് us to live in victory. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ദൈവം എനിക്കും നിങ്ങൾക്കും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ അതിന് ചില വ്യവസ്ഥകളുണ്ട്. ഗിദെയോൻ്റെ ജീവിതത്തിൽ ഈ ക്ഷീണിച്ച് ഒരു പക്ഷെങ്കിൽ മനസ്സ് മടുത്ത മനുഷ്യനെ നോക്കി അല്ലയോ പരാക്രമശാലിയെ എന്ന് ദൈവം അവനെ വിളിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഭീരുവിനെ ദൈവം ഒരു പരാക്രമശാലിയാക്കിയത്? അത് നാം രണ്ടാമത്തെ ദിവസം നാം ധ്യാനിച്ചു. മൂന്നാമത്തെ രാത്രി, ഇന്ന് രാത്രി നമ്മൾ അവസാനിപ്പിച്ചത് ഡിറക്ഷൻ ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി. ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യോശുവയും ഇസ്രായേൽ മക്കളും യോർദാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാഞ്ഞ സമയത്ത് ദൈവം വന്ന് അവരോട് പറഞ്ഞു, എങ്ങോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നാൽ അതിന് ചില വ്യവസ്ഥകൾ. എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്? അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്തിൽ വളരെ നിശ്ചയത്തോടെ, ഉറപ്പോടെ ദൈവം എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ജീവിക്കാൻ ദൈവം എനിക്കും നിങ്ങൾക്കും കൃപ തരും. ഈ കാലത്ത് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ വിശ്വാസികളായ ഞാനും നിങ്ങളും ഒരുക്കത്തോടെ, ഉദ്ദേശശുദ്ധിയോടെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പണിയുവാൻ. ഇന്ന് നമ്മൾ അവസാനം ധ്യാനിച്ചത് പെട്ടകം ചുമന്നുകൊണ്ട് നിന്നാൽ അനേകരപ്പുറം കടന്ന് കാണുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും അവസരം തരും. അതാണ് ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട അച്ഛൻ, കൂടി വന്നിരിക്കുന്ന ദൈവജനമേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. നമ്മുടെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് ഇന്നും നമ്മോട് സംസാരിക്കണം എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇന്ന് വളരെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടിയ കൊയർ നല്ല പാട്ടുകൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പഴയ പാട്ടുകൾ എന്നും എനിക്ക് വളരെ സന്തോഷം നൽകുന്ന പാട്ടുകളാണ്. അർത്ഥം എത്ര ആഴമാണെന്നുള്ളത് പഴയ പാട്ടുകൾ പാടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ എന്നുള്ള പാട്ട്. വളരെ സന്തോഷം. ഈ ജീവിതത്തിൻ്റെ ആവേശം എന്താണെന്ന് അറിയണമെങ്കിൽ അകത്തെ സ്നേഹം ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എൻ്റെ അകത്ത് എന്തിനെ ഞാൻ സ്നേഹിക്കുന്നു അതിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവേശം. ഇല്ലയോ? പലപ്പോഴും നമ്മൾ ഈ പാട്ടൊക്കെ ലീഡ് ചെയ്യുന്ന സഹോദരങ്ങൾ പറയും, നിങ്ങളൊന്ന് വായകൾ തുറന്ന് ആരും മൗനമായിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എൻകറേജ് ഒക്കെ ചെയ്യും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ അകത്തെ സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഈ പറയേണ്ട കാര്യമൊന്നും ഇല്ല. അകത്ത് എരിയുന്ന കർത്താവിനോടൊരു സ്നേഹമുണ്ടെങ്കിൽ അത് പുറത്തു വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ കേട്ട സങ്കീർത്തനം വായിച്ച് കേട്ടപ്പോൾ പറഞ്ഞത്, ബെറ്റർ ഈസ് വൺ ഡേ ഇൻ യുവർ കോർട്ട്സ് ദാൻ തൗസൻഡ്സ് എൽസ്വെയർ. അല്ലയോ? അപ്പോൾ ഇന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ പാട്ടിൻ്റെ വരികൾ രണ്ട് മൂന്നൊന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ സ്നേഹം എവിടെയാണ്? വേർ ഇസ് ദ ലവ് ഓഫ് അവർ ലൈഫ് എന്നൊന്ന് ശോധന ചെയ്യാൻ വേണ്ടി ആ വരികൾ ഞാനൊന്ന് വായിക്കട്ടെ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതാമത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, അയാതിൻ ധ്യാനമേ, ജീവിത ഭാഗ്യമായി. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ പ്രിയമുള്ളവരെ? യഥാർത്ഥമായിട്ട് പറ, വാട്ട് ഈസ് ദ മോസ്റ്റ് ബ്ലെസ്ഡ് എക്സ്പീരിയൻസ് ഓഫ് യുവർ ലൈഫ്? എന്താണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ദാവീദ് പറഞ്ഞു, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ കാവൽക്കാരായിരിക്കുന്നതാണ് എനിക്ക് നല്ലത്. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് ഒരു വർഷം കൂടെ എൻ്റെ ജീവിതത്തിൽ തികഞ്ഞപ്പോൾ ഞാനൊന്ന് തിരഞ്ഞു നോക്കി. രാവിലെ കട്ടിലിൻ്റെ അടുത്ത് മുട്ടുകുത്തി കർത്താവിനോട് ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം? നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലയോ? ഇന്ന് ജീവനുള്ളവരുടെ നടുവിൽ കർത്താവ് ആക്കി വെച്ചതിന് സ്തോത്രം. കർത്താവ് നടക്കുവാനും സംസാരിക്കുവാനും ജോലി ചെയ്യുവാനും ഒക്കെ കരങ്ങളെ ശക്തമാക്കിയതിനായിട്ട് സ്തോത്രം. ആവശ്യമായിട്ടുള്ളതെല്ലാം സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് തന്നതിനായി സ്തോത്രം. ഇതൊക്കെ ഒന്നും ഒരു 2 മിനിറ്റ് ധ്യാനിച്ചാൽ മൗനമായിരിക്കാനൊന്നും ഒക്കത്തില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. മൗനമായിരിക്കാൻ ഒക്കത്തില്ല. കർത്താവിൻ്റെ കൃപകൾ എത്ര വലുതാണെന്നൊന്ന് ധ്യാനിച്ചാൽ മൗനമായിരിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ അതിലൊക്കെ ഉപരി എന്താണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം? ദൂരസ്ഥരായിരുന്ന എന്നെയും നിങ്ങളെയും അവൻ്റെ ക്രൂശിലൂടെ സമീപസ്ഥരാക്കി എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആ സ്നേഹം ഉള്ളിൽ കയറിയ ദൈവമക്കൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ സ്നേഹം ഉള്ളിൽ കയറിയ ദൈവമക്കൾ മിണ്ടാതെ എങ്ങനെ ഇരിക്കും? ഒരു സ്തോത്രം പറയാതിരിക്കുമോ? ഒരു ഹല്ലേലൂയ മറ്റേതങ്ങ് പ്രയാസപ്പെടുക, നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുന്നതിൻ്റെ കാരണം ഉള്ളിൽ എരിയുന്ന. ഇന്ന് ഞാൻ KG അലക്സാണ്ടർ അങ്കിളുടെ അനുവാദത്തോടുകൂടെ എന്ന് പറയും, ഞങ്ങൾ ഇന്ന് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ അങ്കിളുടെ വീട്ടിൽ പോയി. അങ്കിളുടെ വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് വള്ളംകളിയുണ്ട്, നിങ്ങൾ കാണുന്നു. അപ്പം എനിക്ക് ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ലെങ്കിലും അങ്കിളുടെ ആവേശം കണ്ടപ്പോൾ അച്ഛനും ഞാനും ഇരുന്നു പോയി. അപ്പോൾ അവസാനത്തെ ഫൈനൽ മാച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നിറണമുണ്ട്, ഇങ്ങനെ 3 വള്ളങ്ങൾ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ട അങ്കിളല്ല, ഇങ്ങനെ കൈയൊക്കെ അടക്കി പിടിച്ച് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അച്ഛൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാ, അല്ലെങ്കിൽ ഇപ്പൊ കണ്ടേനേന്ന്.
ആവേശം. പാട്ടുകാരൻ എന്താ പറഞ്ഞെന്നറിയോ? യേശുവിൻ സ്നേഹം എൻ്റെ ഉള്ളിൽ തുള്ളുകയാണ്. ആവേശം. മിണ്ടാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ പാടിയത്, ലോകസ്ഥാപനം മുൻ എന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണിയ സ്നേഹമേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കും? അവൻ്റെ സ്നേഹം എത്ര വലുതോ, അവൻ്റെ തിരഞ്ഞെടുപ്പ് എത്ര വലുതോ. എന്നെയും നിങ്ങളെയും യോഗ്യനായി എണ്ണി എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. നമ്മുടെ മേന്മ പറയാനോ നമ്മുടെ മെറിറ്റ് പറയാനോ ഒന്നുമില്ല. എല്ലാം കർത്താവിൻ്റെ ദാനം, കർത്താവിൻ്റെ കൃപ ഒന്ന് മാത്രം. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് വിഷയം, അതായത് അനിശ്ചിതത്വത്തിന്റെ മധ്യത്തിൽ സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നലത്തെ വിഷയം. സങ്കീർത്തനം 16. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം വിക്ടറി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അൺസർട്ടനിറ്റി. ഇന്നലെ ജോയ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് അൺസർട്ടനിറ്റി. ഇന്ന് അനിശ്ചിതത്വത്തിന്റെ നടുവിൽ വിജയകരമായ ജീവിതം. ഹൗ കൻ വി ലിവ് ഇൻ വിക്ടറി ഇൻ ടൈംസ് ഓഫ് അൺസർട്ടനിറ്റി? അതാണ് ഇന്ന് ഒരുമിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം. ലിവിങ് ഇൻ വിക്ടറി. ജയാളികളായി ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. ദൈവമക്കൾ ജയാളികളായി ജീവിക്കണം. എന്താണ് ഈ ജയാളി ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. അൺസർട്ടൻ ടൈംസ് ഗോഡ് വാണ്ട്സ് ഹിസ് പീപ്പിൾ ടു ബി വിക്ടോറിയസ്. അതിന് നമുക്ക് വളരെ പരിചിതമായ ഭാഗം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. ഗിദെയോന്റെ വലിയ ഒരു സ്റ്റോറിയാണ് അവിടെ നാം കാണുന്നത്. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്റെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹുരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമേല്യക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ്സ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടുമാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അങ്ങനെ നമ്മൾ മുമ്പോട്ട് വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ 11-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവിടെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ മെതിച്ചുകൊണ്ട് ഇരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ നീ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലയോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടി ഇരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അടുത്ത് വരികയാണ്. ഇന്ന് ഞങ്ങളോട് ശക്തമായി ഇടപെടണം കർത്താവേ. ഞങ്ങൾ വന്നവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട് മടങ്ങിപ്പോകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനിശ്ചിതത്വം നിറഞ്ഞ ലോകത്തിൽ കർത്താവെ, തലകീഴായി നിൽക്കുന്ന ലോകത്തിൽ വിജയകരമായി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവെ. നിന്റെ കൃപ ഒരുപാട് ആവശ്യമുണ്ട്. നിന്റെ വചനത്തിലൂടെ ഇന്ന് ഞങ്ങളെ ഉറപ്പിക്കണം കർത്താവെ. ക്ഷീണിച്ച് വലഞ്ഞു വന്നിരിക്കുന്ന ആത്മാക്കളോട് അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യചിഹ്നവുമായി വന്നിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഇന്ന് പരാക്രമശാലികളായി ഇവിടുന്ന് മടക്കി അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ബലത്തോടെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുക. ആ ബലം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ബലം കർത്താവെ ക്ഷയിക്കുന്ന പല അവസരങ്ങളുണ്ട്. അങ്ങയുടെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്.
കർത്താവ് ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ജീവിതം ജീവിക്കണമെങ്കിൽ അടിയങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല, ത്രാണിയില്ല. കർത്താവെ, പരിശുദ്ധാത്മ ശക്തി കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ക്രൂശിന്റെ മറവിൽ നിറയ്ക്കണം, ജനത്തെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞയക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ഈ സംഭവം ഒരുപക്ഷെങ്കിൽ എല്ലാവർക്കും അറിയാം. ഗിദെയോന്റെ സംഭവം. ഇസ്രായേൽ മക്കൾ അമോന്യരുടെ കയ്യിലും മിദ്യാന്യരുടെ കയ്യിൽ നിന്നും ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവരെന്ത് ചെയ്താലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. രാവിലെ വിതയ്ക്കുന്നു, രാത്രിയാകുമ്പോൾ അവർ വിതച്ചതെല്ലാം ശത്രു എടുത്തുകൊണ്ട് പോകുന്നു. രാവിലെ അധ്വാനിക്കുന്നു, ഊണില്ല, ഉറക്കമില്ല, ഒരുപാട് അധ്വാനം. ഈ പെടാപ്പാടെല്ലാം ചെയ്തിട്ടും ചെയ്യുന്ന പ്രവൃത്തിക്കൊന്നും ഒരു റിസൾട്ട് ഇല്ല. പ്രയത്നിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയത്നിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അധ്വാനിക്കുന്നുണ്ട്, വിതയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിതയ്ക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവസാനം എല്ലാം ഒരു വട്ടപൂജ്യം. ഇങ്ങനെ ഒരുപാട് നിന്ദയും ഒരുപാട് പ്രയാസവും എല്ലാ വശത്തിൽ നിന്നുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. ആ മനുഷ്യന്റെ പേരാണ് ഗിദെയോൻ. ഗിദെയോനെ വിളിക്കുന്ന പേര് അല്ലയോ പരാക്രമശാലി. ഗിദെയോനെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം വലിയ അത്ഭുതം ചെയ്യുന്നു. ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നു, അവർക്ക് വിജയം കൊടുക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും വിജയിക്കത്തില്ല, ഒരിക്കലും ഉയർന്നു വരത്തില്ല, ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന അവസ്ഥയിൽ നിന്ന് ദൈവം മുഴുവനായി പരിപൂർണ വിജയം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചുറ്റും സാഹചര്യങ്ങൾ അനുകൂലമല്ല, വളരെ പ്രതികൂലമാണ്. സകലതും അവരുടെ നേരെയാണ് ഇരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം വിജയം കൊടുക്കുന്നു. അതിനൊരു മനുഷ്യനെ ഉപയോഗിക്കുന്നു. ഈ ദൈവത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. God always needs only one man. ദൈവത്തിന് എന്നും ആവശ്യം ഒരു മനുഷ്യനെയാണ്, രണ്ടുപേരെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം ഈ ലോകത്തിലേക്ക് മാനവജാതിയെ ആക്കി വെക്കണം തീരുമാനിച്ചപ്പോൾ ഒരു മനുഷ്യനെ മെനഞ്ഞു, ആദാം. ഇല്ലയോ? ഒരു മനുഷ്യൻ, രണ്ടുപേരെയല്ല, ഒരു മനുഷ്യൻ. പിന്നെ ഹവ്വായും ഉണ്ടായി. ഈ മനുഷ്യർ പാപത്തിലായി. അത് കഴിഞ്ഞപ്പോൾ അവര് മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവരെ വിടുവിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു, മോശ. ഈ മാനവജാതിയെ അനുഗ്രഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ അബ്രഹാം. നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ദൈവം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. സമയം തികഞ്ഞപ്പോൾ നമ്മുടെ മനുഷ്യരെ മുഴുവൻ പാപത്തിന്റെ ചെളിക്കുഴിയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഒരു മനുഷ്യനെ സ്വന്തം പുത്രനായി നമ്മുടെ ലോകത്തിലേക്ക് അയച്ചു. കാരണം God always uses one man. എന്നും ദൈവത്തിന്റെ പുസ്തകത്തിൽ ദൈവം എപ്പോഴും. അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം പറയുന്നത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം നടുവിൽ നിൽക്കുക, അതായത് മതിലുകളുടെ നടുവിൽ നിൽക്കാൻ ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ചില്ല, ഒരു മനുഷ്യനെ. എന്നിട്ട് പിന്നെ സങ്കടകരത്തോടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, കണ്ടില്ല താനും. ഒന്ന് ഓർത്തു നോക്കിയേ, ഭൂമിയിൽ മുഴുവൻ കർത്താവിന്റെ കണ്ണ് ഓടിക്കുക. എന്തിനു വേണ്ടിയാ? ഒരു മനുഷ്യൻ, രണ്ടുപേരെ വേണ്ട, വൺ മാൻ. അങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മനുഷ്യനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കുവൈറ്റിലെ മാർത്തോമ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഇതല്ല നമ്മുടെ വിഷയമെങ്കിലും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കർത്താവ് കണ്ണ് ഓടിക്കുവാണെങ്കിൽ ഒരു മനുഷ്യനെ കാണുമോ? ഒരു മനുഷ്യനെ കാണുമോ? ഒരിക്കലും പറയേണ്ടി വരരുത്, ഞാൻ കണ്ടില്ലതായി. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ ആ മനുഷ്യൻ ഞാനാകട്ടെ, ആ മനുഷ്യൻ ഞാനാകട്ടെ. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവം എങ്ങനെയാണ് വിജയം കൊടുക്കുന്നത്? How does God operate and give victory in times such as this? ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും, ഇസ്രായേൽ മക്കളെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. അവരനുഗ്രഹിക്കുമ്പോൾ അവർ ദൈവത്തെ മറക്കും. ദൈവത്തെ മറക്കുമ്പോൾ ദൈവം തന്റെ സ്നേഹത്തിൽ അവരെ ഒന്ന് ശിക്ഷിക്കും. ആ ശിക്ഷണത്തിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം വിടുവിക്കുവാൻ വേണ്ടി ന്യായാധിപനെ അയക്കും. വിടുതൽ ലഭിച്ചു കഴിയുമ്പോൾ അവർ ദൈവത്തെ മറക്കും. ദൈവത്തെ മറന്നു കഴിയുമ്പോൾ പിന്നെ ദൈവം വീണ്ടും അവരെ ശിക്ഷിക്കും. അപ്പോൾ അവർ വീണ്ടും കരയുമ്പോൾ
ദൈവം അവർക്കൊരു ന്യായാധിപനെ അയക്കും. ആ ന്യായാധിപൻ വന്ന് ജനത്തെ രക്ഷിച്ച് അവരുടെ ജീവിതം എല്ലാം ഒന്ന് പ്രോസ്പറസ് ആകുമ്പോൾ പിന്നെ അവർ ദൈവത്തെ മറക്കും. ഇത് നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ പ്ലാൻ പോലൊക്കെ തന്നെ ഉണ്ട്, അല്ലേ? ദൈവസന്നിധിയിൽ കരയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ദൈവസന്നിധിയിൽ കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എന്നാൽ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തെ മറന്ന അനുഭവം. അപ്പോൾ ചില ശിക്ഷണങ്ങൾക്കായിട്ടൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവെ നിന്നെ മറന്നു പോയപ്പോൾ എന്നെ ഒന്ന് കോളർന്ന് കയറി പിടിച്ചതിനായിട്ട് സ്തോത്രം. കാരണം അതുകൊണ്ട് ഇപ്പോൾ നിന്നെ വിളിക്കാനും നിന്നെ മറക്കാതിരിക്കാനും നീ എന്നെ സഹായിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ തോൽവിയോടെ തോൽവിയാണ്, അല്ലെ? എന്ത് ചെയ്താലും രക്ഷപ്പെടാത്തൊരു അനുഭവം. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുകയാണ്, എന്നിട്ട് അവർക്ക് വിജയം കൊടുക്കും. ഈ വിജയത്തിന്റെ പാതയിൽ എവിടാണ് തുടങ്ങുന്നത്? ഒന്നാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിക്ടറി ഇസ് ഇൻ വീക്ക്നെസ്. നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ വിജയം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയാകുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് വീക്ക്നെസ് ദാറ്റ് ഗോഡ്സ് വിക്ടറി ഈസ് മാനിഫെസ്റ്റഡ്. ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യന്റെ പേര് ഗിദെയോൻ. ഗിദെയോൻ ആരായിരുന്നു? ഗിദെയോനെ സംബന്ധിച്ച് ഇത്ര വലിയ ഭീരുവായ ഒരു മനുഷ്യൻ ഇസ്രായേലിൽ ജീവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്നാ? മിദ്യാന്യരെ പേടിച്ച് മുന്തിരിച്ചക്കിന്റെ അവിടെ ഗോതമ്പ് മെതിക്കുക. മുന്തിരിച്ചക്കും ഗോതമ്പും തമ്മിൽ എന്നാ കണക്ഷൻ? ഒരു കണക്ഷനും. പക്ഷെ പേടിക്കുക. കാരണം എന്നാ? അത്ര ഭീരുവാണ്. ദൈവം ഓടി വന്ന് ഗിദെയോനെ വിളിക്കുക. ഗിദെയോനെ, ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എങ്ങനെ വിളിച്ചേനെ? ഗിദെയോനെ എങ്ങനെ വിളിച്ചേനെ? അല്ല, സാധാരണ പേടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, പുറത്തു പോലും വരാത്ത ഈ മനുഷ്യനെ എങ്ങനെ വിളിച്ചേനെ? വിളിക്കണ്ടേ പോലെ വിളിച്ചേനെ, അല്ലേ? എടാ ഭീരു അല്ലെങ്കിൽ ഒന്ന് വിളിച്ചേനെ. ദൈവം ഗിദെയോനെ വിളിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അല്ലയോ പരാക്രമശാലിയെ, ജെഹോവ വിത്ത് യു, യു മൈറ്റി മാൻ ഓഫ് വാലർ, അങ്ങനെ വിളിച്ചത്. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിലല്ല ദൈവം എന്നെ കാണുന്നത്. ഞാൻ ഏതവസ്ഥയിലാകുമോ അങ്ങനെയാണ് അവൻ എന്നെ കാണുന്നത്. ഇന്നൊരു പക്ഷെങ്കിൽ ഭയത്തിൻ്റെയും ബലഹീനതയുടെയും ഒരു പക്ഷെങ്കിൽ പരാജയത്തിൻ്റെയും പടുകുടിയിലായിരിക്കുന്ന ആളുകളെ നോക്കി കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്ന പേരെന്നാണെന്നറിയാമോ? അല്ലയോ പരാക്രമശാലി. എന്നാൽ ഈ പരാക്രമശാലിയായി ഗിദെയോൻ മാറുന്നതിന് മുമ്പ് ഗിദെയോൻ ഒരു കാര്യം അറിയാം: എനിക്ക് ബലമില്ല. അതുകൊണ്ട് കർത്താവ് അവനെ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്നെ ഞാൻ എടുത്ത് ഉപയോഗിക്കാൻ പോവുക. അപ്പോൾ ഗിദെയോൻ പറയുന്ന ഒരു കാര്യം എന്താ? എന്റെ വംശം ചെറുതാ മനേശ, എന്റെ കുലം അതിലും ചെറുതാ, എന്റെ കുടുംബമോ അതിനേക്കാട്ടിലും ചെറുതാ, ഞാനും എന്റെ കുടുംബത്തിലെ ഏറ്റവും ചെറിയവൻ. ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹത്തിന്റെ വഴിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും വി ഹാവ് ടു കം ടു എ പ്ലേസ് ഓഫ് നത്തിങ്നെസ്. എന്നെയും കൊണ്ട് കർത്താവെ സാധിക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥ വരെ ദൈവത്തിന് എന്നെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒക്കത്തില്ല. യാക്കോബേ, നീ മിടുക്കനാന്നാണ് നീ ചിന്തിച്ചിരിക്കുന്നത്. ദൈവം ഒരു പിടി പിടിച്ചു. അവസാനം കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ എനിക്കൊരു വഴിയുമില്ല എന്നുള്ള അവസ്ഥയിൽ എപ്പോഴും അങ്ങനെയാണ്. പത്രോസെ, നീ ചിന്തിക്കുന്നത് ആരൊക്കെ കർത്താവിനെ വിട്ടുപോയാലും ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞവനാ. പത്രോസെ, നിന്നെയും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് നീ മനസ്സിലാക്കുന്നത് വരെ നിന്റെ മേൽ എനിക്ക് എന്റെ സഭയെ പണിയുവാൻ സാധിക്കത്തില്ല. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ചവനാണ് ശൗല്. പരീശന്മാരിൽ പരീശൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ. ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയിലും സഭയിലൊക്കെ നല്ല സ്ഥാനവും മാനവും ഉള്ള മനുഷ്യനാണ് ശൗല്. ദമസ്കോസിന്റെ പടുവാതിൽക്കൽ വെച്ച് ദൈവം ഒന്ന് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനോ പാപികളിൽ ഒന്നാമൻ. ആ അവസ്ഥ വരുന്നത് വരെ ശൗലേ, നിന്നെയും കൊണ്ട് ദൈവരാജ്യത്തിന് പ്രയോജനം ഇല്ല. ദൈവം എന്നെയും നിങ്ങളെയും വിജയത്തിലേക്ക് നയിക്കണമെങ്കിൽ ആദ്യം നാം വരേണ്ട സ്ഥലമാണ് ബലഹീനത, വീക്ക്നെസ്. എന്നെയും കൊണ്ട് കർത്താവേ കഴിയത്തില്ല എന്നുള്ള അവസ്ഥയിൽ ഇന്നത്തെ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന എന്നാ? നേരെ തിരിച്ച. നിങ്ങളാൽ കഴിയും, നിങ്ങളെയും കൊണ്ട് ഒക്കും, യു ഹാവ് എവറിത്തിങ് ഇൻ യു ടു ബ്രിങ് വിക്ടറി. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് ഇന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ?
വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു, ഒരു മനുഷ്യൻ തന്റെ ജീവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെ കളയും. എന്റെ നാമനിമിത്തം അതിനെ കളഞ്ഞാലോ അതിനെ വീണ്ടെടുക്കും. ഇതാണ് തലകീഴായ ദൈവത്തിന്റെ ശാസ്ത്രം. ഞാനും നിങ്ങളും ബലഹീനതയിൽ വന്ന്, കർത്താവേ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു പാപം ഏതാണെന്നറിയാം? നമ്മൾ പല പാപങ്ങളും പറയും, ഇന്ന പാപങ്ങൾ, അതൊക്കെ പ്രത്യക്ഷത്തിൽ വലിയ പാപങ്ങൾ എന്നൊക്കെ. പക്ഷെങ്കിൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് സ്വയപര്യാപ്തത, സെൽഫ് റിലയൻസ്. എന്നെയും കൊണ്ട് ഇതെല്ലാം പറ്റും. എടുത്ത ശ്വാസം തിരിച്ചു വിടണമെങ്കിൽ ദൈവം അനുവദിക്കാതെ പറ്റത്തില്ല എന്ന് അറിയണം പ്രിയമുള്ളവരെ. എടുത്ത ശ്വാസം എനിക്ക് സാധിക്കും, ഐ ക്യാൻ, എനിക്കെല്ലാം ഉണ്ട്. ഇന്നൊരു പക്ഷെങ്കിൽ നമ്മുടെ കേരള ക്രൈസ്തവ സഭയെ ഏറ്റവും കൂടുതൽ മന്ദീഭവിച്ചിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് സെൽഫ് റിലയൻസ്. ലവോദിക്കയിലെ സഭ പറഞ്ഞതുപോലെ, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ ധനവാൻ, എനിക്കെല്ലാം ഉണ്ട്, ദൈവം ഇല്ലെങ്കിലും എന്നാ കുഴപ്പം, എല്ലാം ഉണ്ടെന്നേ, ഞങ്ങൾക്ക് എന്താ ഇത്ര വലിയ കുഴപ്പം? ദൈവം ലവോദിക്ക സഭയെ നോക്കിയിട്ട് എന്നാ പറഞ്ഞെന്നറിയാം? ധനവാൻ എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാം? നീ അരിഷ്ടനും ദരിദ്രനുമാണ്. നീ ചിന്തിച്ചിരിക്കുന്നത് നിനക്ക് എല്ലാം ഉണ്ടെന്ന്, പക്ഷെ എന്റെ കണ്ണിലുണ്ടല്ലോ ഒന്നുമില്ല എന്ന അവസ്ഥയിൽ ഗിദെയോനെ നീ വരുമ്പോൾ നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ സ്വർഗം തയ്യാറാകും. കർത്താവെ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. കർത്താവെ നീ അല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ആ സമയത്ത് വിജയം കരസ്ഥമാക്കാൻ കഴിയും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ബലഹീനത, നിങ്ങൾ ഈ കഥ സൺഡേ സ്കൂൾ മുതൽ പഠിച്ചിരിക്കുന്ന കഥയായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, സൺഡേ സ്കൂളിൽ തോറ്റവർക്ക് പോലും ഈ കഥ അറിയാമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? ഗിദെയോൻ എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, 135,000 പേരാണ് ശത്രുഗണം, അതാണ് ശത്രു സൈന്യത്തിന്റെ വലുപ്പം. ഗിദെയോന്റെ പക്കൽ 32,000 പേരേ ഉള്ളൂ. അപ്പം 32,000 വേഴ്സസ് 135,000 എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും മാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ തന്നെ ഗിദെയോൻ ചിന്തിക്കുക, കർത്താവെ എനിക്കിതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ കർത്താവ് പറയാം, ഈ 32,000 തന്നെ അധികമാണ്, കുറച്ച് പേരെ വീട്ടിൽ വിടും. അവസാനം 10,000 വേഴ്സസ് 135,000. അപ്പൊ ദൈവം വീണ്ടും ഗിദെയോനോട് വന്നിട്ട് പറയുക, 10,000 കൂടുതൽ, ഒന്ന് ഓർത്തു നോക്കി, ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ വല്ലതും സമ്മതിക്കൂ? 10,000 കൂടുതൽ. അവസാനം പറഞ്ഞു, അവരെയും കുറെ വിടും. അവസാനം 300 പേരെ ഉള്ളൂ. 300 വേഴ്സസ് 135,000. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഗിദെയോൻ 135,000 പേരെ 32,000 വെച്ച് തോൽപ്പിച്ചിരുന്നെങ്കിൽ ഇത് ഞങ്ങൾ ചെയ്തതാണെന്ന് സെൽഫ് ക്രെഡിറ്റ് എടുക്കും. ഇപ്പോൾ വിജയം കരസ്ഥമാക്കിയാൽ ഗിദെയോൻ ഒരു കാര്യം അറിയാം, ദൈവപ്രവൃത്തി അല്ലാതെ ഞാൻ ജയിക്കുന്നത് നടക്കുന്ന കാര്യമേ അല്ല. സോ ഗോഡ് ഓൾവേസ് വാണ്ട്സ് ടു ഗെറ്റ് ദ ഗ്ലോറി. ദൈവത്തിന് മഹത്വം കിട്ടുന്നത് പോലാണ് ദൈവം എന്നെയും നിങ്ങളെയും കൈകാര്യം ചെയ്യുന്നത്. ആ മഹത്വം ദൈവത്തിന് ലഭിക്കണമെങ്കിൽ, കർത്താവേ എന്നെയും കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ ദൈവം വിളിക്കുന്നൊരു പേരുണ്ട്, അല്ലയോ പരാക്രമശാലി. ഇന്ന് ബലഹീനനായിട്ടാണോ വന്നിരിക്കുന്നത്? കർത്താവെ ഒക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, യു ആർ ദ റൈറ്റ് കാൻഡിഡേറ്റ് ഫോർ ഗോഡ്. എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോളാം എന്ന് പറഞ്ഞാണോ വന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ യാക്കോബിനെ പോലെ കർത്താവ് ഒന്ന് തൊടണം. എന്നിട്ട് പറയണം, കർത്താവേ ഞാൻ ബലഹീനനാ എങ്കിലും നീ ശക്തൻ, ഞാൻ അശക്തനെങ്കിലും കർത്താവേ എൻ്റെ ബലഹീനതയിൽ നിന്റെ ബലമാണല്ലോ തികഞ്ഞു വരുന്നത്. അതുകൊണ്ട് വിജയത്തിന്റെ ഒന്നാമത്തെ പടി is to acknowledge our weakness. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. There is no good that dwells in my flesh. പിന്നെ ഞാൻ ആകുന്നത് കൃപയാൽ ആകുന്നു. അതാണ് വീക്ക്നെസ്. എന്നാൽ അവിടാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. ഗിദെയോന്റെ ജീവിതത്തിൽ നമുക്ക് ഒന്നാമത് പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, എവിടാണ് വിജയം തുടങ്ങുന്നത്? അൺസർട്ടൻ ടൈംസ് ആണ്. ചുറ്റും നോക്കുമ്പോൾ വിജയം ഒരു രക്ഷയുമില്ല. എല്ലാ വശത്ത് തോറ്റു തുന്നം പാടി നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ നടുവിൽ എല്ലാവരെയും ഭയന്ന് മുന്തിരിച്ചക്കിൽ നിൽക്കുന്ന ഗിദെയോന് ഒരു കാര്യം മനസ്സിലാക്കി ദൈവം കൊടുക്കുകയാണ്, നിന്റെ ബലഹീനതയിലാണ് വിജയം തികഞ്ഞ് വരാൻ പോകുന്നത്. ഒന്ന്, വിക്ടറി ഈസ് ഇൻ വീക്ക്നെസ്. ലിറ്റിൽ ഇസ് മച്ച് ഇഫ് ഗോഡ് ഈസ് ഇൻ ഇറ്റ്. ദൈവം ഉണ്ടെങ്കിൽ
എത്ര ചെറുതും എത്ര ബലഹീനമായതും കർത്താവിൻ്റെ കയ്യിൽ ശക്തമേറിയ ഒരു ആയുധമാണ് എന്ന് നാം മറക്കരുത്. ഒന്ന്, വിക്ടറി ഈസ് ഇൻ വീക്ക്നെസ്. രണ്ട്, വിക്ടറി ഈസ് ഇൻ കമ്മ്യൂണിയൻ. സംസർഗത്തിലാണ് വിജയം. അപ്പോൾ ദൈവം ഗിദെയോനെ എടുത്തുപയോഗിക്കുന്നതിന് മുമ്പ്, എടുത്തുപയോഗിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചപ്പോൾ ഗിദെയോന്റെ പ്രതികരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. പെട്ടെന്ന് ഇപ്രകാരം ഗിദെയോൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന്, 18-ാമത്തെ വാക്യമാണ്, കൊടികൊണ്ട് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുത് എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കുട്ടയിൽ വെച്ച് ചാറ് ഒരു കിണത്തിൽ പകർന്ന് കരുവേലകത്തിന്റെ കീഴെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ ചാറ് അതിന്റെ മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. ഞാൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. എങ്ങനെയാണ് വിജയം കരസ്ഥമാക്കുന്നത്? ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ഏർപ്പെടുവാൻ പഴയ നിയമത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. വഴിപാട് കൊണ്ടുവരണം. എന്താണ് വഴിപാട്? ഒരു കോലാട്ടിൻ കുട്ടിയെയും പുളിപ്പില്ലാത്ത അപ്പവും അതിൻ്റെ കൂടെ കുറച്ച് ചാറും കൊണ്ടുവന്നു. എന്നിട്ട് എടുത്തു വെച്ചു. ഇത് പഴയ നിയമമാണെന്ന് ഓർത്തോണം. കാരണം ഇസ്രായേൽ മക്കൾക്ക് ഒരു കാര്യം അറിയാം, പരിശുദ്ധനായ ദൈവത്തെ കാണുവാൻ പാപിയായ മനുഷ്യന് സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തോട് അടുക്കുമ്പോൾ രക്തച്ചൊരിച്ചിൽ വേണം. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. ഈ വ്യവസ്ഥ അവർക്കറിയാം, പഴയ നിയമത്തിൽ ജീവിച്ചവരാ. അതുകൊണ്ട് പെട്ടെന്ന് വഴിപാട് കൊണ്ടുവന്നു. വഴിപാട് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ഓർത്തോണം, ഇത് നമ്മുടെ തിരുമേശയുടെ ഒരു നിഴലാണ്, പഴയ നിയമത്തിനൊരു നിഴലാണ്. ആ പുളിപ്പില്ലാത്ത അപ്പം, അതുപോലെ തന്നെ കോലാട്ടിൻ കുട്ടിയും, അതുപോലെ ചാറും. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണ്? ദൈവം ആ യാഗത്തിൽ പ്രസാദിക്കുന്നു. ദൂതൻ തന്റെ വടി കൊണ്ട് അതിനെ തൊടുന്നു. പെട്ടെന്ന് ഭയപരവശനാകുന്നു. അപ്പോൾ ഗിദെയോൻ ഒരു പേടി, അയ്യോ ഞാൻ യഹോവയുടെ ദൂതനെ തന്നെയാണല്ലോ കണ്ടേ. അകത്തൊരു ഭയം. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം, നിനക്ക് സമാധാനം. രണ്ട് മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം തോറ്റുപോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ വന്നുകൂടിയ പാപം. ഗിദെയോൻ ഒരു കാര്യം മനസ്സിലായി, താനും തൻ്റെ ജനവും ദൈവത്തിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുക. പാപം എപ്പോൾ കടന്നു വരുവോ അപ്പോൾ ഒളിച്ചോട്ടം തുടങ്ങും. ആദാമേ നീ എവിടെ? എന്തുകൊണ്ടാ ചോദിച്ചത്? ആദാം പാപം ചെയ്തപ്പോൾ തന്നെ മറച്ചു. യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടക്കുന്നു. കാരണം എന്നാ? ദൈവം ഇടത്തോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവൻ വലത്തോട്ട് പോയി. എവിടെ അനുസരണക്കേട് പാപം വരുന്നോ അവിടെ നാം ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നു. ഇന്നൊരു പക്ഷെങ്കിൽ ദൈവവുമായി സംസർഗം ഇല്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമേ ഉള്ളൂ, ഒറ്റ കാരണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പാപം. നമ്മളെപ്പോഴും ചിന്തിക്കും, കർത്താവേ എന്തുകൊണ്ടാണ് ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്തത്? വൈ ഡോണ്ട് ഐ ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് യു? അനേകർ അതിനെക്കുറിച്ചൊക്കെ പറയുന്നല്ലോ, ഞങ്ങൾക്ക് എന്താ അതില്ലാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെയും ദൈവത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന എൻ്റെ പാപം, വേറൊന്നുമില്ല. ആദാം അതുവരെ യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു ആദാമിന്റെ ദൈവവുമായിട്ട് കൂടെ നടക്കാൻ. എല്ലാ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകുന്നവരായിരുന്നു. എന്തുകൊണ്ടാണ് മാറി നിന്നത്? പാപം. ഗിദെയോനെ, നീ എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നതെന്നറിയാമോ? പാപം. ഇസ്രായേൽ ജനം എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നറിയാമോ? പാപം. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഈ പാപത്തിനൊരു പ്രായശ്ചിത്തം വേണം. കാരണം ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്, ഞാനും നീയും ഒരു ടീം ആകാൻ പോവുകയാണ്. പക്ഷെ അതിന്റെ മുമ്പ് there should be communion. ആ വിക്ടറി, ആ വിജയം വരുന്നത് സംസർഗത്തിലൂടെ. പക്ഷെ സംസർഗത്തിലൂടെ വരണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ഒരു യാഗം അവിടെ അർപ്പിക്കണം. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും പാപത്തിന് പ്രായശ്ചിത്തമായി ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഇന്ന് പരിശുദ്ധനായ ദൈവവുമായിട്ട് ഞാൻ ബന്ധം പുലർത്തണമെങ്കിൽ ഒരു വഴി,
ആ യാഗത്തിലൂടെ മാത്രമേ എനിക്ക് പ്രവേശനമുള്ളൂ. വേറെ യാതൊരു വഴിയില്ല. എൻ്റെ നല്ല പ്രവൃത്തികളോ എൻ്റെ പാരമ്പര്യമോ ഞാൻ കൊണ്ടുവന്ന നല്ല കാര്യങ്ങളോ ഒന്നും അവിടെ ചെലവായി പോകത്തില്ല. അവിടെ ചെലവാകുന്ന ഒരേ കാര്യം ക്രിസ്തുവിൻ്റെ പൂർണ്ണതയുള്ള യാഗം. അതല്ലാതെ വേറെ വഴിയില്ല. ആ യാഗത്തിലൂടെ എനിക്ക് ദൈവവുമായിട്ട് സമാധാനമുണ്ട്. അതുകൊണ്ടാണ് പേടിച്ചു പോയി ഗിദെയോനോട് പറഞ്ഞത്, നീ ഭയപ്പെടണ്ട, ഞാൻ ഈ യാഗത്തിൽ പ്രസാദിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ ക്രിസ്തു കടന്നപ്പോൾ അവസാനത്തെ വാക്ക് പറഞ്ഞ എന്നാന്നറിയാമോ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിവൃത്തിയായി, ടെറ്റലെസ്റ്റായി. ഇനിയും യാഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവസാനത്തെ പരമയാഗമായി ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചത് കൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് ദൈവവുമായി സംസർഗത്തിൽ ഏർപ്പെടാൻ സാധിക്കും. വിജയം വേണമെങ്കിൽ സംസർഗം കൂടാതെ പറ്റത്തില്ല. ഐ നീഡ് ടു ബി അറ്റ് പീസ് വിത്ത് ഗോഡ്. ദൈവവുമായി ഞാൻ സമാധാനത്തിൽ. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ എനിക്ക് സമാധാനം വേണം, നിന്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണം. See, you can never enjoy the peace of God without being at peace with God. ദൈവവുമായിട്ടുള്ള സമാധാനത്തിൽ ഞാൻ ഏർപ്പെടാത്ത ദൈവികമായ സമാധാനം അനുഭവിക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് എൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ വഴിപാട് ആവശ്യം. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഇന്ന് പ്രിയമുള്ളവരെ, എനിക്ക് ആക്സസ് ടു എ ഹോളി ഗോഡ്. അതുകൊണ്ടാണ് എബ്രായ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ധൈര്യമായി കൃപാസനത്തിൻ്റെ അരികിലേക്ക് പോകാൻ ഒരു കാരണമേ ഉള്ളൂ, കുഞ്ഞാടിൻ്റെ പുണ്യാഹ രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തം. I have access to a holy God because Jesus shed his blood for me. അതിലൂടെ മാത്രമേ എനിക്ക് ആക്സസ് ഉള്ളൂ. വേറെ വഴിയൊന്നുമില്ല. വേറെ വഴിയൊന്നുമില്ല. ഒരു നിവൃത്തിയില്ല. കുഞ്ഞാടിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു പക്ഷെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ തോൽവി അടഞ്ഞിരിക്കുന്നെങ്കിൽ ഇന്ന് ഞാനൊന്ന് ക്ഷണിക്കട്ടെ. കം ഇൻ ടു എ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവവുമായി സംസർഗത്തിലേക്ക് വരണം. ഇസ് ഗോഡ് ഡിസ്റ്റന്റ് ടു യു? ദൈവം ഒരു എവിടോ ഒരു അകന്ന ഒരു കോൺസെപ്റ്റ് ആണോ? അതോ ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ? ഇസ് ഗോഡ് സംവെയർ എ സെലസ്റ്റിയൽ ബീയിങ്? എവിടോ ആരൊക്കെ പറയുന്ന ഒരു ശക്തനായ ഒരു ഫോഴ്സ്. ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം പരിശുദ്ധനാണെങ്കിലും അവൻ ഇമ്മാനുവല, എൻ്റെയും അടുക്കൽ നിങ്ങളുടെയും അടുക്കൽ അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ വരാൻ എനിക്ക് ഒരു വ്യവസ്ഥയുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്തിലൂടെ. അതിലൂടെ ഞാൻ കടന്നാൽ എനിക്ക് സംസർഗത്തിൽ ഏർപ്പെടുവാൻ സാധിക്കും. ഐ കൻ ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഹിം. അതല്ലാതെ വേറെ വഴിയിൽ. ഗിദെയോനെ, നിന്നെ ഞാൻ എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. പക്ഷേ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാനും നീയും സംസർഗത്തിൽ ഏർപ്പെടണം. വി ഹാവ് ടു ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഈച്ച് അതർ. ഈ യാഗത്തിന്റെ കാര്യം ആദ്യം വെളിപ്പെടുന്നത് ആദ്യത്തെ പെസഹയുടെ സമയത്താണ്. ദൈവം മോശയോട് വന്ന് പറഞ്ഞു, മോശേ, നാളെ ആദ്യ ജാതൻ മരണദൂതൻ വന്ന് രക്ഷപ്പെടണേ ഒരു വഴി. എന്താണെന്നറിയാമോ? ഒറ്റ വഴി. കുഞ്ഞാടിന്റെ രക്തം കട്ടിളമേൽ തളിക്കണം. ഇന്ന് പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുവാൻ ഒരു വഴിയോ കുഞ്ഞാടിന്റെ രക്തം തളിക്കണം. വേറെ വഴിയില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഒന്ന് ഓർത്ത് നോക്കി, എൻ്റെ കൂടെ ഒന്ന് റിവൈൻഡ് ഇച്ചിരി നിങ്ങളൊന്ന് എന്താ പറയണ്ടേ, എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കണം. ഞാൻ എൻ്റെ ഭാവന നിങ്ങളോടൊന്ന് പറയാം. ഈ സംഭവം നടന്നപ്പോഴേ ഞാനും നിങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ മിസ്രൈമിൽ നമ്മളെല്ലാം അവിടെ ഇരിക്കുക. അന്ന് രാത്രിയിൽ ആ സംഭവം നടക്കുന്നത്. ഞാൻ എൻ്റെ അവസ്ഥ പറയാം, നിങ്ങളുടെ അവസ്ഥയല്ല, എൻ്റെ അവസ്ഥ ഞാൻ പറയാം. എൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്തകൾ ഞാൻ പറയാം. ഈ ആദ്യജാതൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഏത് ഭവനത്തിലും കയറും. അത് ഇസ്രായേൽ മക്കളുടെ ഭവനത്തിൽ മാത്രമല്ല, മിസ്രൈമ്യരുടെ ഭവനത്തിൽ മാത്രമല്ല, എല്ലായിടത്തും കയറും. പിന്നെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? കുഞ്ഞാടിന്റെ രക്തം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യഹൂദ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ അന്ന് പെട്ടെന്ന് രാത്രിയിൽ ഒരു കരച്ചിലിന്റെ ശബ്ദം, വേദനയുടെ ശബ്ദം. അപ്പൊ ഞാൻ എൻ്റെ അപ്പനോട് പറയാ, അപ്പാ
എനിക്കറിയാം ആരാ പോയെന്ന്. ആരാ പോയത്? എൻ്റെ കൂടെ ഉച്ചയ്ക്ക് കളിച്ച് നടന്ന പയ്യൻ. എനിക്കൊരു 8 വയസ്സുണ്ടെന്ന് വിചാരിക്കുക. 8 വയസ്സ്. എന്നിട്ട് ഞാൻ അപ്പനോട് പറയാം, അപ്പാ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ കുറച്ച് കള്ളക്കളി കളിച്ചു, ഞാനും അതുപോലെ തന്നെ കള്ളക്കളി കളിച്ചു. ശിക്ഷ എൻ്റെ മേലും വരണ്ടേ? അപ്പോൾ എൻ്റെ അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, മോനെ ശരിയാ നീ പറഞ്ഞത്, നീ അവനേക്കാട്ടിൽ മെച്ചമൊന്നുമല്ല, നീയും പോകേണ്ടത്. പിന്നെ രക്തം കരുതിക്കൊള്ളും, രക്തം കരുതിക്കൊള്ളും. പോട്ടെ, ഇതിപ്പോൾ 8 വയസ്സത്തെ കാര്യം. ഞാൻ ഇച്ചിരി ഒരു 18 വയസ്സാണെന്ന് വിചാരിക്കുക. 18 വയസ്സ് രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും കരച്ചിലിന്റെ ശബ്ദം. അപ്പൊ ഞാൻ അപ്പനോട് പറയാം, അപ്പാ എൻ്റെ സ്നേഹിതനാ, ഇന്നലെ കാണാൻ പാടില്ലാത്ത സാധനം ഞങ്ങൾ രണ്ടുപേരും കണ്ടു, ചെയ്യാൻ പാടില്ലാത്ത കാര്യം രണ്ടുപേരും ചെയ്തു, ഞാനും പോവും. അപ്പൊ അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, മോനെ നീ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെങ്കിൽ രക്തം കരുതിക്കൊള്ളും. The blood will take care. കുറേയും കൂടെ പ്രായമായെന്ന് വിചാരിക്കുക, ഒരു 10-60 വയസ്സായെന്ന് വിചാരിക്കുക. പാപത്തിൻ്റെ ആധിക്യം കൂടി. നമുക്കറിയാം എന്തൊക്കെ പാപം ചെയ്ത് പ്രായം കൂടുന്തോറും നമുക്കറിയാം. നമ്മളിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഓർമ്മയിലൊക്കെ ഉണ്ട്. 10-60 വയസ്സായെന്ന് വിചാരിക്കുക. ഇതുപോലെ തന്നെ സംഭവം. എൻ്റെ പിതാവ് വലിയ അപ്പച്ചനായിട്ട് വടിയൊക്കെ കുത്തി ഇങ്ങനെ ഇരിക്കുക. എൻ്റെ പാപം എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, എനിക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്തു. പെട്ടെന്ന് കരച്ചിലിൻ്റെ ശബ്ദം. ഞാൻ എൻ്റെ അപ്പനോട് പറയാം, അപ്പാ അവനെക്കാട്ടിൽ നല്ലവനല്ല ഞാൻ, അവനെക്കാട്ടിൽ നല്ലവനല്ല ഞാൻ, ഞാൻ പോകണ്ടായോ? അപ്പൊ കർത്താവ് പറയും, മോനെ നീ വിഷമിക്കണ്ട, രക്തം കരുതിക്കൊള്ളും. ഇന്ന് ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നത് എൻ്റെ മെറിറ്റോ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. ഈ പുസ്തകം പിടിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ഞാൻ. നിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നത് കൊണ്ട് മാത്രമാണ്. ഇന്ന് ആ ഉറപ്പുണ്ടോ പ്രിയമുള്ളവരെ? എൻ്റെ ഏറ്റവും നല്ല പ്രവൃത്തി പോലും ദൈവത്തിന്റെ മുമ്പിൽ ചെലവാകത്തില്ല കേട്ടോ. എൻ്റെ ഏറ്റവും നല്ല പ്രവൃത്തി പോലും വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ ചെലവായി പോകത്തില്ല. ഒറ്റ ചോദ്യം, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ട സംസർഗത്തിൽ ഏർപ്പെടുക. യു ക്യാൻ ബി ഇൻ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവവുമായി സംസർഗത്തിലാണോ പ്രിയമുള്ളവരെ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്? ഓർ ഇസ് ഗോഡ് എ ഡിസ്റ്റന്റ് കോൺസെപ്റ്റ് ടു യു? എവിടെയോ ഉള്ള ഒരു ചിന്ത മാത്രം ഒരു ശക്തിയായി നിലനിൽക്കുന്നു ദൈവവുമായിട്ട് ഒരു സംസർഗം ഇതുവരെ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ദൈവം എന്നാ പറയുന്നറിയോ? കടന്നു വാ, യു കം. യേശു നിന്നെ വിളിക്കുന്നു. നിന്നെ വിരൽ ചൂണ്ടിയിട്ട് അയ്യോ നീ ഇങ്ങോട്ട് വരണ്ട, നീ എങ്ങോട്ട് വരണ്ട എന്ന് കർത്താവ് പറയുന്നില്ല. കർത്താവ് പറയുന്നു, ഈ രക്തം നിനക്ക് വേണ്ടിയും ചിന്തിയതാ, നീ വാ, യു കം and get into communion with God. ഇന്ന് എത്രയോ പേര്, there are so many people who come to church but have no connection with Christ. കർത്താവുമായി യാതൊരു ബന്ധവുമില്ല. കാരണം വരണമെങ്കിൽ അവന്റെ വ്യവസ്ഥ പ്രകാരം വരണം. അത് രക്തത്തിലൂടെയാണ് അതിന്റെ പ്രവേശനം. 2, എവിടെയാണ് വിജയം? 1, വിജയം ബലഹീനതയിൽ. കർത്താവ് എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ള തിരിച്ചറിവ്. 2, എവിടാണ് വിജയം? സംസർഗത്തിലാണ് വിജയം. കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചൊരിഞ്ഞ രക്തത്തിലാണ് നമുക്ക് വിജയം. 3, എവിടാണ് വിജയം? വിക്ടറി ഇസ് ഇൻ കോൺസിക്രേഷൻ. എവിടാണ് വിജയം? എൻ്റെ വിശുദ്ധീകരണത്തിനാണ് വിജയം. ഒരുപക്ഷെ ഞാനും നിങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിജയിച്ച് മുമ്പോട്ട് പോകാൻ ഒക്കുന്നില്ല എന്ന് വെച്ചാൽ തോൽവികളാലും പരാജയങ്ങളാലും നാം ജീവിക്കുമെങ്കിൽ ഇന്നൊരു പക്ഷേ കർത്താവ് എന്നെയും നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് ഒരു വിശുദ്ധീകരണത്തിന്, സാങ്ക്ടിഫൈഡ് ലൈഫ്. വിശുദ്ധീകരണം എന്താണ്? വിശുദ്ധീകരണം നാളെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. എങ്കിലും പെട്ടെന്നൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വിജയം കൈവരുത്തുവാൻ ദൈവം ഗിദെയോനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചപ്പോൾ അവനെ തിരഞ്ഞെടുത്തു, അവനെ പരാക്രമശാലി എന്ന് വിളിച്ചു, സംസർഗത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം ദൈവം ഗിദെയോനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ ഗിദെയോൻ പറഞ്ഞെന്നറിയാമോ? ഗിദെയോനെ, നിന്റെ അപ്പന്റെ ബാലിന്റെ ബലിപീഠം നീ തകർത്ത് കളയണം, അശേര പ്രതിഷ്ഠ വെട്ടിക്കളയണം.
ഇത് പ്രയാസമുള്ള കാര്യമാണ്. ഇതുവരെ ഓക്കെ. കാരണം എന്നാ, പരാക്രമശാലി എന്ന് വിളിച്ചു, സംസർഗത്തിൽ ഏർപ്പെട്ടു. ഇനിയുള്ളത് പ്രയാസമുള്ള കാര്യം. എന്തോ പ്രയാസമുള്ള കാര്യം എന്നറിയാം? അന്യദേശത്ത് വന്ന് താമസിച്ചതുകൊണ്ട് അന്യദേവങ്ങളുടെ പുറകിൽ ഇസ്രായേൽ മക്കൾ പോയി. ഇന്നലെ അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. പലതും നശിപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞതിനെ നശിപ്പിച്ചില്ല, വെച്ചുകൊണ്ടിരുന്നു. കാരണം നമുക്ക് പ്രയോജനമാണെന്ന് വിചാരിച്ച് അമ്മോന്യരെയൊക്കെ വെച്ചു. അത് കാരണം അവരുടെ ദൈവങ്ങൾ ഇവരുടെ ആരാധനയുടെ ഭാഗമായി. ഗിദെയോന്റെ വീടിന്റെ പുറകിൽ ഒരു ബാലിന് ബലിപീഠമുണ്ട്. അപ്പോൾ ഗിദെയോൻ ചോദ്യം ചോദിക്കുക ദൈവത്തോട്. എന്താ ചോദിക്കുന്നതെന്നറിയോ? യഹോവ ഞങ്ങളോടുകൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ചുറ്റും നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യം. അപ്പൊ ദൈവം ഗിദെയോനെ നോക്കിയിട്ട് പറഞ്ഞു, ഗിദെയോനെ, വിജയം ഞാൻ തരാം, പക്ഷെ പ്രശ്നം ചുറ്റുമല്ല, നിന്റെ വീടിന്റെ പുറകിൽ തന്നെ ഉണ്ട് പ്രശ്നം. ഇവിടാണ് പ്രയാസം. അപ്പൊ ഞാനും നിങ്ങൾ, പ്രത്യേകിച്ച് ഞാനൊക്കെ ആണെങ്കിൽ ചുറ്റും നോക്കിയിട്ട് പറയും, അവരുടെ കാര്യം കണ്ടില്ലേ, ഇവരുടെ പോക്ക് കണ്ടില്ലേ, അവർ ശരിയല്ല. നമ്മളെല്ലാം ചുറ്റും നിൽക്കും. എന്നിട്ട് പറയും ഇവിടെ എല്ലാം പ്രശ്നമാണെന്ന് പറയും. ദൈവത്തിന് എന്നാ പറയാൻ ആഗ്രഹിക്കുന്നത്? ദൈവം എന്നോടും നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളുടെ വീട്ടുമുറ്റം ഒന്ന് പരിശോധിച്ചാൽ മതി. ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ഓൺ ബാക്ക്യാർഡ്. ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ഓൺ ബാക്ക്. അവിടെ ബാലിന് ബലിപീഠം കിടപ്പുണ്ട്. അത് നീ തകർത്ത് കളയണം. നമ്മൾ ആ ഭാഗം വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഗിദെയോൻ അത് മുഴുവൻ തച്ചുടച്ച് അശേര പ്രതിഷ്ഠ വെട്ടിക്കളഞ്ഞ് രാത്രിയിൽ. കാരണം പേടിയാ, അതുകൊണ്ട് രാത്രി ചെയ്തു. പക്ഷെ ദൈവത്തെ അനുസരിച്ചു വെട്ടിക്കളഞ്ഞു. അത് വെട്ടിക്കളഞ്ഞതുകൊണ്ട് ദൈവം അവന് വിജയം കൊടുത്തു. പ്രിയമുള്ള ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില ബലിപീഠങ്ങളുണ്ടോ? കർത്താവുമായിട്ട് സംസർഗത്തിലൊക്കെ വന്നു, പക്ഷെ എവിടോ ബാലിന്റെ ബലിപീഠം കിടപ്പുണ്ട്. എവിടോ? ഇന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുന്ന എന്നാണെന്നറിയാമോ? അതിനെ എവിടെയെങ്കിലും നീക്കി വെക്കാനല്ല പറയുന്നത്, അതിനെ തകർത്ത് കളയാൻ, അതിനെ കത്തിച്ച് കളയാൻ, അതിനെ എന്നേക്കുമായി വേണ്ട എന്ന് വെക്കാൻ ദൈവം എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യും. ദൈവവുമായി നാം നടക്കാൻ തീരുമാനിച്ചാൽ ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നടക്കണം. എനിക്ക് പകുതി എൻ്റെ ആഗ്രഹവും പകുതി ദൈവത്തിന്റെ ആഗ്രഹവും വന്ന് കൊളാബറേഷൻ മോടി പോകാനൊക്കത്തില്ല. ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നടക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ അപ്പന്റെ ബാലിനൊരു ബലിപീഠമുണ്ട്, അത് തകർത്ത് കളയണം. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വി ആർ നോട്ട് ഏബിൾ ടു ലിവ് ദ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ബിക്കോസ് ദർ ആർ തിങ്സ് ഇൻ അവർ ലൈഫ്സ് ദാറ്റ് വി ആർ നോട്ട് വില്ലിംഗ് ടു കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്. എവിടെയെങ്കിലും കുറച്ച് വെച്ചേക്കാൻ ഒരാഗ്രഹം. ശൗലിനെ നശിപ്പിച്ച എന്നാ? ഒരമാലേക്കനെ ബാക്കി വെച്ചതുകൊണ്ട്, ഒരൊറ്റ ഒരുത്തന് തീർന്നേ. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തെ നശിപ്പിക്കുന്നത് എവിടെയൊക്കെയോ ഉള്ള ചില അശേര പ്രതിഷ്ഠകൾ. ഇപ്പൊ എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളതേ അറിയത്തുള്ളൂ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലുള്ള. ഇന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോൾ അത് നശിപ്പിച്ചു പോകണം. നശിപ്പിക്കാമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകും. പണ്ട് നടന്ന കഥയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെങ്കിൽ ഒരു സംഭവം നടന്നു അമേരിക്കയിൽ. നടന്നതാണോ അറിഞ്ഞു? ഒരു മനുഷ്യൻ തൻ്റെ വീട് വിൽക്കാൻ ആഗ്രഹിച്ചു. വീട് വിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ പറഞ്ഞു, ആധാരത്തിനകത്ത് ഇപ്രകാരം എഴുതി, വീടും പറമ്പും സ്ഥലവും ഇന്ന കാര്യങ്ങളാണ്, ഇതെല്ലാം ഉണ്ട്. വാങ്ങിക്കുന്ന ആൾക്ക് ഇതെല്ലാം എഴുതി കൊടുക്കും, ഇതാണ് അതിന്റെ വില. പക്ഷെങ്കിൽ ബെഡ്റൂമിനകത്തൊരു ആണിയുണ്ട്, ആ ആണി എൻ്റെതായിട്ട്, ബാക്കിയെല്ലാം വാങ്ങിക്കുന്ന ആളുടെ. അപ്പോൾ ഒരാൾ വന്ന് ഇതെല്ലാം നോക്കിയപ്പോൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നോക്കിയപ്പോൾ ഇതെന്തോ വിചിത്രമായിട്ട് തോന്നി. എങ്കിലും നല്ല വില കിട്ടിയോണ്ട് അങ്ങ് വാങ്ങിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഉടമസ്ഥൻ ഓടി വന്നിട്ട് പറഞ്ഞു, എങ്ങനെയുണ്ട് താമസമൊക്കെ? നല്ല. പുതിയ ഉടമസ്ഥൻ പറഞ്ഞു, വലിയ സന്തോഷമാണ് കേട്ടോ, വലിയ സന്തോഷം. പുള്ളി പറഞ്ഞു, ഞാനൊന്ന് ബെഡ്റൂമിൽ കയറിക്കോട്ടെ. അല്ല, എന്തിനാ ബെഡ്റൂമിൽ കയറുന്നത്? എൻ്റെ ബെഡ്റൂമിൽ എന്തിനാ നിങ്ങൾ എൻ്റെ ബെഡ്റൂമിൽ കയറുന്നത്? അല്ല, ബെഡ്റൂം നിങ്ങളുടേതാണ്, പക്ഷെ ആണി എൻ്റേതാണ്. അപ്പൊ പുള്ളിക്ക് അതൊരു ഇച്ചിരി വിചിത്രമായിട്ട് തോന്നി. അപ്പൊ പറഞ്ഞ, എന്നാ ഓക്കെ, വന്നു. പുള്ളി ആണി എവിടെ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചപ്പോൾ ആണി എവിടെ ഉണ്ട്, തിരിച്ചുപോയി. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വന്നു. ഈ പ്രാവശ്യം കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉണ്ട്. അപ്പോൾ പുതിയ ഉടമസ്ഥനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് താമസമൊക്കെ? സൗകര്യമാണോ? നല്ല സൗകര്യം. പുള്ളി പറഞ്ഞു, എനിക്ക് ആ ബെഡ്റൂമിലൊന്ന് കയറി ഈ ബാഗ് ഒന്ന് ആ ആണിയിലൊന്ന് തൂക്കണം. പുള്ളി പറഞ്ഞു, അതെങ്ങനെ നോക്കുന്നത്? എൻ്റെ വീട്, എൻ്റെ ബെഡ്റൂം. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ പറമ്പാണ്, നിങ്ങളുടെ മതിലാണ്, പക്ഷെ ആണി എൻ്റേത്. അതുകൊണ്ട് ഞാൻ അതിൽ
പുള്ളിക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ പുള്ളി സമ്മതിച്ചു. മനസ്സോടെ സമ്മതിച്ചു. അദ്ദേഹം പോയി. 2 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വീണ്ടും വന്നു. ഈ പ്രാവശ്യം കയ്യിൽ കുറെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ട്. പറഞ്ഞു, എന്തുകൊണ്ട്, എന്തിനാ വന്നേ? പറഞ്ഞു, ആ റൂമിനകത്തൊരു ആണി ഒരു ബാഗില്ല, ആ ബാഗിനകത്ത് വെക്കാൻ കൊണ്ടുവന്നു. പുള്ളി പറഞ്ഞു, അതൊക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ബെഡ്റൂമിനകത്ത് വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ ബെഡ്റൂമാണ്, പക്ഷെ ആണി എൻ്റെ. അവസാനം ഇദ്ദേഹം ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആ ബാഗിനകത്ത് വെച്ചു. ഒരു 5-8 ദിവസം കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വമിക്കാൻ തുടങ്ങി, നാറ്റം സഹിക്കാൻ. ഉടനെ വിളിച്ചു പുതിയ ഉടമസ്ഥൻ, പഴയ ഉടമസ്ഥനെ, നിങ്ങൾ എന്നാ പരിപാടിയാണ് കാണിച്ചത്, എടുത്ത് ഞാൻ ദൂരെ കളയും, നിങ്ങൾ എടുത്തോണ്ട് പോക്കണോ എന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തതല്ലേ, അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നത്, എല്ലാം നിങ്ങളുടേതാണ്, പക്ഷെ ആണി എൻ്റെ, തൊട്ടുപോയേക്കരുത്. അവസാനം സഹികെട്ട് അദ്ദേഹം വാങ്ങിച്ച വിലയെക്കാട്ടിലും വില കുറഞ്ഞ് തിരിച്ചു വിറ്റു. കാരണം ഒരൊറ്റ ആണി. ഇന്ന് പല ക്രിസ്ത്യാനികളെയും തകർത്ത് കളയുന്ന എവിടോ കിടക്കുന്ന ഇപ്പോഴും കർത്താവിന്റെ കയ്യിൽ വിട്ടുകൊടുത്തിട്ടില്ല ഒരാണി. അതവിടെ ഇരുന്നാൽ എന്നാ കുഴപ്പം? അതാ ചോദ്യം. അതവിടെ ഇരുന്നാൽ, ഗിദെയോനെ, നീ ആ സാധനം തകർത്ത് കളയാത്ത കാലത്തോളം വിജയം ഞാൻ നിനക്ക് തരത്തില്ല. ബാലിന്റെ പ്രതിഷ്ഠ ബലിപീഠത്തെ നീ മുഴുവനായി ഇടിച്ചു കളയണം, അപ്പോൾ ഞാൻ നിനക്ക് വിജയം തരും. വിക്ടറി ഈസ് ഇൻ കോൺസെക്രേഷൻ. ദൈവജനമേ, കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയല്ലേ? ചോദിക്കട്ടെ, എവിടെയെങ്കിലും ചില ആണികളൊക്കെ കിടപ്പുണ്ടോ? ഉണ്ടോ? See, God is not condemning you. കർത്താവ് വന്ന് വിരൽ ചൂണ്ടുവല്ല. കർത്താവ് പറഞ്ഞു, നീ എടുത്ത് കള, I will give you that victory. എന്തിനാ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നേ? സ്നേഹമുള്ള പിതാക്കന്മാർ ചിലപ്പോൾ പറയത്തില്ല മക്കളോട്, എടാ അതൊന്ന് വിട്ടുകള എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മോടും എന്നോടും നിങ്ങളോടും പറയുന്നേ. അല്ലാതെ ചൂരവടി എടുത്തുകൊണ്ട് നിൽക്കുകയല്ല. നിങ്ങളെ തന്നെ എന്റെ സന്നിധിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ആണികൾ എന്തിനു വെച്ചുകൊണ്ടിരിക്കണം? എവിടെയോ? We are still not willing to give it all to God. 2ാമത്തെ രാത്രി എന്തായാലും നമ്മൾ ഒരുപാട് തിയോളജിക്കൽ ഇൻഡെപ്ത് സ്റ്റഡി നടത്താനല്ല കൺവെൻഷൻ കൂടിയിരിക്കുന്നത്. ജീവിതത്തിലെ ചില ആണികൾ ഉണ്ടെങ്കിൽ അത് വലിച്ചൂരിക്കളയാൻ, ചില ശീലങ്ങൾ, ചില പരിചയങ്ങൾ, ചില കണക്ഷൻസ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് പറയുക, മോനെ, എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നീ ചില കാര്യങ്ങൾ നീ എടുത്ത് മാറ്റണം. ഇന്ന് കർത്താവിനോട് പറയുക, കർത്താവേ, ആ ആണി എടുത്ത് മാറ്റുമ്പോൾ ഇച്ചിരി വേദനിക്കും, പക്ഷെ ഞാനത് കളയുക. കാരണം എനിക്കൊരു സംസർഗം അങ്ങുമായിട്ട് ആവശ്യമാണ്, എനിക്കൊരു അനുഗ്രഹം വേണം കർത്താവേ. ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ആണി ഇവിടെ വഴിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനതെടുത്ത് കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇന്ന് വിജയകരമായ ക്രിസ്തീയ ജീവിതം, a victorious Christian life, God is promising his children. ദൈവത്തിന് എനിക്കും നിങ്ങൾക്കും തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതം വേണ്ടേ നമുക്ക്? ദേശത്തിന് കർത്താവിന് വേണ്ടി ശോഭിക്കുന്ന ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും വേണ്ടേ? അത് വേണമെങ്കിൽ victory lies in consecration. Are we willing to deal with the tough stuff? ഒരു പക്ഷെങ്കിൽ അനേക നാളുകളായിട്ട് ഡീൽ ചെയ്യാൻ വില്ലിങ് അല്ലാഞ്ഞിട്ട് ഇങ്ങനെ എവിടൊക്കെയോ മറച്ചു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ കാണും. ബന്ധങ്ങളുമായി ചില വിഷയങ്ങൾ കാണും, എല്ലാവർക്കും ഉണ്ട്. അതിനെ ഇന്ന് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ അൺകവർ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ട്, കർത്താവെ, ഞാൻ അതിനെ എടുത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് കളയുന്നു എന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ഇന്ന് കർത്താവ് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ. ഇന്ന് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശക്തി ഇല്ലാത്തതിൻ്റെ കാരണം എന്നാ? Why is it that we don't have the power of God in our lives? എന്തുകൊണ്ടാ പവർ ഇല്ലാത്തത്? We don't have the power of God because we are not pure before God. തെറ്റുകളും കുറ്റങ്ങളും ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്, പെർഫെക്റ്റ് പീപ്പിൾ ആണെന്നല്ല പറഞ്ഞത്. Is there unconfessed sin? ഇതുവരെ ദൈവവുമായി ഡീൽ ചെയ്യാൻ തയ്യാറാകാത്ത ചില മേഖലകൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാ.
അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവ് പറയുക, മോനെ ധൈര്യമായിട്ട് വാ, രക്തത്തിലൂടെ ധൈര്യമായിട്ട് വാ, കൃപാസനത്തിന് അരികെ വാ. പക്ഷെങ്കിൽ ബാലിന്റെ ബലിപീഠത്തെ നീ തകർത്ത് കളയണം. അതും ഇതും കൂടെ പറ്റത്തില്ല. അതും വേണം ഇതും വേണോ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. Either you decide to walk with me or you walk with the world. ഇത് രണ്ടും കൂടെ നടക്കത്തില്ല. ഇന്ന് കർത്താവ് എന്നെ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് ചെല്ലാമോ കർത്താവിൻ്റെ അടുക്കൽ? കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു കാര്യം, ഒരാണി പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചേക്കത്തില്ല എന്നുള്ള തീരുമാനത്തോടെ ഇവിടുന്ന് പോകാമെങ്കിൽ ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെയും നിങ്ങളുടെ മേലും ഉണ്ടാകും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകും. ഒരു പക്ഷെങ്കിൽ ഈ പ്രദേശത്ത് വെളിച്ചമായി ശോഭിക്കാൻ നമുക്ക് സാധിക്കാത്തത് എവിടോ ഒരാണി കിടപ്പുണ്ട്. വിദ്വേഷത്തിൻ്റെ ആണി, പകയുടെ ഒരു ആണി. ക്ഷമിക്കാൻ തയ്യാറല്ല. 10 വർഷമായി 15 വർഷമായി ക്ഷമിക്കത്തില്ല. തീരുമാനിച്ചിരിക്കും, എന്തൊക്കെ ചെയ്താലും ശരി, ഞാൻ ആ ആളിനെ ക്ഷമിക്കത്തില്ല. പ്രിയമുള്ളവരെ, ആ ആണി ഒന്ന് എടുത്തു കളയാവോ? പരിശുദ്ധാത്മാവ് ശക്തി നൽകും. ഇഫ് യു ആർ വില്ലിംഗ്, ദി ലോർഡ് വിൽ ഗിവ് യു ദി ഗ്രേസ്. ഒരു പക്ഷെങ്കിൽ ഇതുവരെ 10 വർഷമായി ഒരു പ്രാവശ്യം പോലും സംസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ നമ്പർ വിളിക്കണം. നിങ്ങൾ യു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടാകും. പ്രിയമുള്ളവരെ, why do you want to miss out on the blessing of God? ബാലിന്റെ ബലിപീഠം, അശേര പ്രതിഷ്ഠ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, മുഴുവനായി സമ്പൂർണ്ണമായി, ക്ലോസും ടേംസ് ആൻഡ് കണ്ടീഷൻസിലും അല്ല, മുഴുവനായി അങ്ങയുടെ കയ്യിലേക്ക് ഞാൻ സമർപ്പിക്കും. എനിക്ക് കുറെ കാര്യങ്ങളോട് പറയാനുണ്ട്, പക്ഷെ എൻ്റെ സമയം തീരാറായി. എങ്കിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, വിക്ടറി ഈസ് ഗ്യാരണ്ടി. ബലഹീനനായിരിക്കാം, ബാലിന്റെ പ്രതിഷ്ഠ പുറകിൽ ഉണ്ടായിരിക്കാം, ബട്ട് ഇഫ് യു ആർ വില്ലിംഗ് ടു മീൻ ബിസിനസ് വിത്ത് ഗോഡ്, കർത്താവുമായി നാം സീരിയസ് ആകുമെങ്കിൽ വിജയം ഉറപ്പാണ്. ഇതൊരു പ്രോബബിൾ വിക്ടറി അല്ല, വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഗെയിം അല്ല ഇത്. പക്ഷെങ്കിൽ കർത്താവിനോട് കൂടെ ചേർന്ന് കർത്താവിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വന്നാൽ വിജയം ഉറപ്പാണ്. ഇറ്റ് ഈസ് എ ഗ്യാരണ്ടീഡ് വിൻ. എനിക്കറിഞ്ഞുകൂടാ, പണ്ട് മൂവീസൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഓസ്കർ നേടിയ ഒരു മൂവിയുണ്ട്, ബെൻ ഹർ എന്ന് പറഞ്ഞു. ആരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടി. ഇന്നത്തെ തലമുറ ഒന്നും കാണാൻ സാധ്യതയില്ല. ബെൻ ഹർ എന്ന് പറഞ്ഞു മൂവി. ബെൻ ഹർ എന്ന് പറയുന്ന മൂവിക്കകത്ത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അവസാനം ഒരു ചാരിയറ്റ് റേസ് ഉണ്ട്. അപ്പൊ തലയാട്ടുന്നവരൊക്കെ പ്രായമുള്ളവരാന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ ഞാനും ആ തലമുറയിൽ പെട്ടു. ഓരോ വർഷം കൂടുന്തോറും എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്, പ്രായത്തിൽ ഞാൻ ഒട്ടും കുറയുന്നില്ല. അപ്പൊ അവസാനത്തെ ചാരിയറ്റ് റേസിൽ ജൂഡ ബെൻഹർ, അതായത് ഹീറോയും മസാല എന്ന് പറയുന്ന വില്ലനും തമ്മിലുള്ള ചാരിയറ്റ് റേസ് മസാല. അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് അന്ന് സ്പെഷ്യൽ ഇഫക്ട്സ് ഇല്ല, AI ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ഒരു രഥത്തിൽ നിന്ന് ഷൂട്ട് ചെയ്ത് ജയിക്കണമെങ്കിൽ രഥം ഓടിച്ചേ ഒക്കൂ, വേറെ വഴിയില്ല. അപ്പം ചാൾട്ടൺ ഹെസ്റ്റൺ എന്ന് പറയുന്ന ആളാണ് ജൂഡ ബെൻഹറായി ആക്ട് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഈ രഥത്തിന്റെ മേലെ നിന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പൊ ഈ സ്റ്റണ്ട് മാസ്റ്ററിന്റെ പേര് യക്കീമ കാനറ്റ് എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ സ്റ്റണ്ട് മാസ്റ്റർ. അപ്പൊ ഷൂട്ടിംഗ് തുടങ്ങി, ആദ്യത്തെ ടേക്ക് എടുത്തു, ഇദ്ദേഹം തോറ്റുപോയി. ഇദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്തിട്ടും ഈ രഥത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ജയിക്കാൻ പാടില്ലാത്ത വില്ലൻ ജയിക്കുക. രണ്ടാമത്തെ ടേക്ക് ഇത് തന്നെ, മൂന്നാമത്തെ ടേക്ക് ഇത് തന്നെ. അവസാനം വൈകുന്നേരം വരെ ഇതങ്ങ് ട്രൈ ചെയ്തിട്ട് അവസാനം ചാൾട്ടൺ ഹെസ്റ്റൺ ഓടി വന്നിട്ട് യാക്കിമ കാനറ്റിനോട് പറഞ്ഞു, സാറേ, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ തോറ്റുകൊണ്ടേയിരിക്കും. അപ്പൊ യാക്കിമ കാനറ്റ് അതായത് ചാൾട്ടൺ ഹെസ്റ്റനോട് പറയുന്ന ഒരു വാക്കുണ്ട്. പുള്ളി പറഞ്ഞു, ഇതിന്റെ കഥ എഴുതിയത് ഞാനാണ്, ഈ സ്റ്റണ്ടിന്റെ സീൻ. ഈ സീനിനകത്ത് നീ ജയിക്കണം, ജയിച്ചേ ഒക്കൂ. എന്നിട്ട് അവസാനം പറയുന്ന ഒരു വാക്കാണ്, യു സ്റ്റേ ഓൺ ദ ചാരിയറ്റ് ആൻഡ് ഐ വിൽ മേക്ക് യു വിൻ. നീ രഥത്തിൽ ഒന്ന് നിന്നാ മതി, നിന്നെ ജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ക്രിസ്തു എന്നെയും നിങ്ങളെയും ഇന്ന് സ്നേഹത്തോടെ വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് നിന്ന് കൊടുത്താൽ മതി, ജയിപ്പിക്കുന്ന കാര്യം അവൻ ഏറ്റു.
എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എൻ്റെ ഫിലോസഫിയും എൻ്റെ വിസ്ഡവും എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ദൈവസന്നിധിയിൽ ചെലവായി പോകത്തില്ല. ഗിദെയോനെ, നീ ബലഹീനനാണെന്ന് നീ ഏറ്റുപറഞ്ഞു. നീ ഞാനുമായി രക്തത്തിലൂടെ സംസർഗത്തിലായി. നിന്റെ ജീവിതം വിശുദ്ധീകരിക്കാൻ നീ തീരുമാനിച്ചെങ്കിൽ നിന്നെ വിജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കർത്താവിൻ്റെ പ്രത്യേകത എന്നറിയാമോ? സ്കോർ എന്നും 10 out of 10. ഏത് കാര്യത്തിലും നമ്മൾ അപ്പുറം കടക്കണം എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞാൽ അപ്പുറം കടന്നിരിക്കും. ഈ ആലയത്തെ നിങ്ങൾ നശിപ്പിക്കും, 3 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇതിനെ ഉയർപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവൻ ഉയർപ്പിക്കും. 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് ലാസറിന്റെ കല്ലറയിൽ വന്നാൽ ഉയർപ്പിക്കാൻ തീരുമാനിച്ചാൽ അവൻ ഉയർപ്പിക്കും. ഒരു കഥ പോലും അൺഫിനിഷ്ഡ് ആയിട്ട് ദൈവം വെക്കത്തില്ല. ഒരു കഥ പോലും എനിക്ക് മനസ്സിലാകത്തില്ലായിരിക്കാം, പക്ഷെ ഗോഡ് വിൽ ഓൾവേസ് ഫിനിഷ് കംപ്ലീറ്റ് സ്റ്റോറി. എനിക്കും നിങ്ങൾക്കും വിജയം ദൈവം യാതൊരു സംശയം കൂടാതെ തരും. ഒരുപക്ഷെ ചുറ്റും നോക്കുമ്പോൾ എല്ലാം അനിശ്ചിതത്വമാണ്. കർത്താവ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗിദെയോൻ നോക്കുമ്പോൾ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അവസാനം അവന്റെ ബലഹീന വിശ്വാസം കാരണം, ബിക്കോസ് ഓഫ് ഹിസ് വീക്ക് ഫെയ്ത്ത്, ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ശത്രുവിന്റെ പാളയത്തിലേക്കൊന്ന് പോ. ശത്രുവിന്റെ പാളയത്തേക്കൊന്ന് പറഞ്ഞു. എനിക്ക് പേടിയാ, ഞാൻ രാത്രി പോയിക്കോട്ടെ. എന്നാ നീ രാത്രി പോ. എനിക്ക് തനിയെ പോകാൻ പേടിയാ, ഞാൻ പൂരാ എന്റെ വിശ്വസ്തനെ കൊണ്ടുപോകട്ടെ. എന്നാ നീ പൂരായും കൊണ്ടുപോ. ദൈവത്തിന്റെ കരുണ എത്ര വലുതാന്ന് ശ്രദ്ധിച്ചോ? നമ്മുടെ വിശ്വാസമൊക്കെ ക്ഷയിക്കുമ്പോൾ എന്താണ് നിനക്ക് വിശ്വാസമില്ലാത്തതെന്നല്ല കർത്താവ് പറയുന്നത്. നീ പൂരെ കൊണ്ടുവന്ന് നീ പൂരെ കൊണ്ടുപോകും. ദൈവത്തിന്റെ കരുണ എത്ര വലുതാന്ന് നോക്കിയേ. ഹൗ മേഴ്സിഫുൾ ഹി ഈസ്. അവസാനം രാത്രിയിൽ ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് കേൾക്കുക. എന്തോ കേൾക്കുന്ന അറിയാം? ശത്രുവിന്റെ വായിൽ നിന്ന് തന്നെ ഒരുത്തനോട് പറയാണ്, ഞാനൊരു സ്വപ്നം കണ്ടു. അപ്പൊ മറ്റവൻ ചോദിക്കുക, എന്താ സ്വപ്നം? ഒരു യവയപ്പം ഉരുണ്ട് വന്ന് നമ്മുടെ മിദ്യാന്യ പാളയത്തെ മുഴുവൻ നശിപ്പിച്ചു. അപ്പോൾ മറ്റേ പുള്ളി പറയുക, ഇത് ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ലെന്ന്. ഒന്നോർത്തെ, ഗിദെയോൻ ആരാന്ന് അറിഞ്ഞുകൂടാ, യഹോവ ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഒന്നും അറിയാത്ത ശത്രു അവന്റെ സ്നേഹിതനോട് പറയാ, ഇത് ഗിദെയോന്റെ വാള. ഇത് കേട്ടപ്പോൾ ഗിദെയോൻ ദൈവത്തെ നമസ്കരിച്ചു. കാരണം എന്നാ? പിറ്റേ ദിവസം യുദ്ധത്തിന് ഗിദെയോൻ പോകുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്കറിയാമോ? പേടിച്ചല്ല പോകുന്നത്, പരാക്രമശാലിയാണ് പോകുന്നത്. പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു മൺഭരണിക്കകത്ത് താൻ കൊണ്ടുപോകുക. കാഹളമുണ്ട്, മൺഭരണിയുണ്ട്. എന്നിട്ട് ഗിദെയോൻ പറഞ്ഞു, നിങ്ങൾ വാളൊന്നും എടുക്കണ്ട, നിങ്ങൾ ഒരു യുദ്ധവും ചെയ്യണ്ട. എന്റെ ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ഒറ്റ കാര്യം ചെയ്യണം, നിങ്ങൾ ആ മൺ ചട്ടി പൊട്ടിക്കണം, കാഹളം ഊതണം. ഇത്രയും ചെയ്താൽ മതി. 135,000 പേര് അന്ന് കൊല്ലപ്പെട്ടു. ശത്രു മുട്ടുകുത്തി. എന്തോ ഗിദെയോനെ നീ ചെയ്തത്? നിന്റെ കായിക ബലമാണോ? നിന്റെ ശക്തിയാണോ? നിന്റെ മിടുക്കാണോ? ഒന്നുമല്ല. യു കെയിം ടു ഗോഡ് ഓൺ ഗോഡ്സ് ടേംസ്. ദൈവത്തിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം വന്നു. ഇന്ന് തോൽവിയിൽ നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഹാവ് യു ഫെയിൽഡ് ഇൻ യുവർ ക്രിസ്ത്യൻ വാക്ക്? ക്രിസ്തീയ ജീവിതത്തിൽ ക്ഷീണിച്ചു പോയി, നിരാശരായി നിൽക്കുകയാണ്. എല്ലാം ഉണ്ട്, എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെയാണോ പോകുന്നത്? എല്ലാം ഉണ്ട്, there's nothing you lack. എല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണോ? ഇന്ന് ദൈവത്തിന്റെ വചനം, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ. God is with you, Jehovah with you, you mighty man of valor. ഇന്ന് കൺവെൻഷന്റെ 2ാമത്തെ രാത്രിയിൽ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ചോദ്യം ഇതാണ്: നിരാശപ്പെട്ടിരിക്കാനല്ല കർത്താവ് ഇന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. God wants to give you and me a victorious Christian life. കർത്താവിനോട് കൂടെ ചേർന്ന് ജയോത്സവമായി നടക്കാൻ കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരമായിരിക്കണം, എൻ്റെ വ്യവസ്ഥ അനുസരിച്ചല്ല. ഇപ്പൊ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സ്വയപര്യാപ്തനായിട്ടാണോ വന്നിരിക്കുന്നത്? എനിക്കെല്ലാം ഉണ്ട്, എനിക്കൊന്നും ആവശ്യമില്ല. എനിക്ക് ആവശ്യമായിട്ടുള്ള നല്ല പ്രവൃത്തിയുണ്ട്, എനിക്ക് ആവശ്യമായിട്ടുള്ള ധനമുണ്ട്, എൻ്റെ ജീവിതം ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് ചിന്തിക്കുവാണോ? ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ബലഹീനതയിലാണ് വിജയം. When you acknowledge your weakness,
the Lord will give you victory. 2, സംസർഗത്തിലാണ് വിജയം. ഇതുവരെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ വ്യവസ്ഥയിൽ ക്രൂശിലൂടെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പറയണം, കർത്താവേ, ഐ വോണ്ട് ടു ബി അറ്റ് പീസ് വിത്ത് യു. നീയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, സംസർഗത്തിലൂടെ. 3, ബാലിൻ്റെ ബലിപീഠം തകർക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇങ്ങനെയുള്ള കൺവെൻഷൻ നാം കൂടുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ. കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളൊക്കെ പരിശോധിച്ച് ചില മേഖലകളുടെ മേൽ തൻ്റെ ഫ്ലാഷ് ലൈറ്റ് കത്തിക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിനോട് പറയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ: കർത്താവെ, ആ ബലിപീഠത്തെ തകർക്കാൻ ഞാൻ തയ്യാറാണ്, ആ അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളയാൻ ഞാൻ തയ്യാറാണ്. That's all it takes. It's not difficult. അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വിജയം ഉറപ്പാണ്. You can be victorious in uncertain times. ഇന്ന് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നാം ധ്യാനിച്ച് അവസാനിപ്പിക്കുമ്പോൾ ജീവിതത്തിനെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ സ്വന്തം ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ മറ്റാരെ നോക്കണ്ട. ഈ പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തെ, കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ, കർത്താവേ, വിജയകരമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബലഹീനരാ കർത്താവേ, നിന്റെ കൃപ ഞങ്ങൾക്ക് വേണം എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായ ആർക്കും ഇന്ന് വിജയത്തോടെ മടങ്ങിപ്പോകാൻ ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. കാരണം നാം ചേർന്നിരിക്കുന്നത് ജയിച്ചവന്റെ കൂടെ. ഒരൊറ്റ യുദ്ധം പോലും തോറ്റിട്ടില്ല നമ്മുടെ സേനാനായകൻ. ഒരൊറ്റ യുദ്ധം പോലും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ശത്രു മരണമാണ്. അതിനപ്പുറത്തോട്ടൊരു ശത്രു ഒന്നുമില്ല. സകലത്തെയും കീഴടക്കിയ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഏത് പ്ലാനറ്റിനെ നോക്കിയോ, ഏത് സയൻസ് വേണമെങ്കിലും നോക്കിയോ, ഏത് ടെക്നോളജി വേണമെങ്കിലും നോക്കിയോ, എല്ലാ കാര്യത്തെയും ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ ഇതുവരെ കീഴടക്കാത്ത ഒരു കാര്യമാണ് മരണം. അതിനെ പോലും കീഴടക്കി ക്രിസ്തു, ഇല്ലയോ? നിത്യജീവൻ നമുക്ക് നൽകും, അല്ലേ? ആ സേനാധിപന്റെ കൂടെ നാം കൂടിയാൽ വിജയം ഉറപ്പാണ്. Victory is guaranteed, but we have to do it on God's terms. കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സമർപ്പണത്തിന്റെ സമയമാണല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. പ്രിയമുള്ളവരെ, വിനയത്തോടെ വരാം, തകർന്ന മനസ്സോടുകൂടെ വരാം. കർത്താവെ, ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെയൊക്കെ എൻ്റെ മുമ്പിൽ ഞങ്ങൾ ഏറ്റുപറയുകയാണ്. കർത്താവെ, എല്ലാവരുടെയും കണ്ണിൽ മിടുക്കനായിട്ടൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കർത്താവെ, വി ആർ നോട്ട് ആസ് സ്ട്രോങ് ആസ് വി തിങ്ക് വി ആർ. ഒരുപാട് ബലഹീനതകളുണ്ട്. ഇന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ സ്വയത്തിലൊക്കെ ഞങ്ങൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, നിന്റെ കൃപയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങയുടെ കൃപ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ തുറന്നു തന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. പരിശുദ്ധനായ ദൈവവുമായി സംസർഗത്തിൽ ഏർപ്പെടുവാൻ അങ്ങ് തന്നിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ആ വഴി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെട്ടിത്തെളിച്ചതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ പുണ്യാരക്തത്തിലൂടെ പരിശുദ്ധനായ ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വഴി തുറന്നു തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ആ മനോഹരമായ അനുഭവം ഇല്ലാതെ ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ കർത്താവേ, അവരുടെ ഹൃദയത്തോട് അങ്ങ് ഇടപെടണമേ. ഈ വലിയ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും അനുവദിക്കില്ലേ അപ്പാ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും ബാലിന്റെ ബലിപീഠങ്ങളുണ്ട്, അടിയന്റെ ജീവിതത്തിലുണ്ട്. കർത്താവെ, ഒന്നുപോലും നീക്കി ബാക്കി വെക്കാതെ മുഴുവനായി നശിപ്പിച്ച് കളയാൻ ഇന്ന് കൃപ തരണം. കർത്താവെ, ഒരു പക്ഷെങ്കിൽ ലോകം അറിയുന്നില്ല, എന്നാൽ ഞങ്ങളുടെ പിന്നാമ്പറങ്ങളിലൊക്കെ അത് കിടപ്പുണ്ട്. ഇന്നത് വെട്ടിമാറ്റാൻ തീരുമാനിക്കുക. അത് വേദനിക്കും, അത് ചെലവ് കൊടുക്കേണ്ടതാണ്, വില കൊടുക്കേണ്ടതാണ്. കർത്താവെ, ചിലർക്ക് അത് അസൗകര്യമായിരിക്കാം. എങ്കിലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആ തീരുമാനം ഞങ്ങൾ എടുക്കുക. ഇനിയും ഒരു ദിവസം അത് വെച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കർത്താവെ, തകർത്ത് കളയാൻ, മുഴുവനായി തകർത്ത് കളയാൻ ഞങ്ങളെ സഹായിക്കണമേ. വിദ്വേഷം മനസ്സിലുണ്ടെങ്കിൽ
ക്ഷമിക്കാനുള്ള കൃപ ഇന്ന് തരണം. കർത്താവെ, ആരോടെങ്കിലുമൊക്കെ ഇതുവരെ സംസാരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരെ വിളിക്കാനുള്ള ദൈവകൃപ ഞങ്ങളിൽ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചില ശൈലികൾ, ശീലങ്ങൾ അങ്ങേക്ക് പ്രസാദകരമല്ലാത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ വെട്ടി മാറ്റുവാൻ, മുറിച്ചു മാറ്റുവാൻ, ഒരാണി പോലും ശേഷിക്കാത്ത വിധത്തിൽ കർത്താവെ ശുദ്ധീകരണത്തിലൂടെ പ്രവേശിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ സ്നേഹിതരുടെ മുമ്പിൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ശക്തി നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. കർത്താവെ, ക്ഷമിക്കണേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയോട് ചേർന്നാൽ ഞങ്ങളുടെ വിജയം ഉറപ്പാണല്ലോ. ജയിച്ചവനോട് കൂടെ ചേർന്ന് ധൈര്യമായി ഈ ജീവിതം മുന്നോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. കർത്താവെ, വ്യവസ്ഥ കൂടാതെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇവിടുന്ന് പറഞ്ഞയക്കണം. വിജയകരമായ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ, ലോകത്തിന്റെ മുമ്പിൽ ഒരു സാക്ഷ്യമായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ബലഹീനരാണ്, അങ്ങ് ബലവാൻ. ഞങ്ങൾ അശക്തരാണ്, അങ്ങ് ശക്തൻ. എന്നാൽ ഇന്ന് ഞങ്ങളെ അങ്ങ് നോക്കി വിളിക്കുന്നു. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ. കർത്താവെ, നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് മതി. അതിനപ്പുറമായിട്ട് ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. കർത്താവ്, that's all we need is your presence. ഇന്ന് താഴ്മയോടെ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. മടങ്ങിപ്പോകുമ്പോൾ കർത്താവെ, തല കുനിച്ച് തോറ്റു മടങ്ങിപ്പോകാനല്ല, തലയുയർത്തി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്തു എന്നുള്ള ഉറപ്പോടെ ഇവിടുന്ന് കടന്നു പോകാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, ശക്തീകരിക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവെ, അങ്ങത് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ മീറ്റിംഗ് വന്ന എല്ലാ ദൈവമക്കളും വിജയകരമായി ജീവിക്കുവാൻ, ഓരോരുത്തരും കർത്താവെ വിജയകരമായി കർത്താവിന്റെ മുമ്പിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.